ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് വ്ളോഗാട്ടോ. ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റും കല്യാണമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്നാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ രാത്രി ഒരു 2 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. നമ്മുടെ പെണ്ണിൻ്റെ വീട് വരുന്നത് കാസർഗോഡാട്ടോ, കാസർഗോഡ് നീലേശ്വരം. ഏപ്രിൽ 6-നായിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റ്. ഇത്രയും ലേറ്റായിട്ട് ഞാൻ വീഡിയോ ഇടാൻ കാരണം ഏപ്രിൽ 6 എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് 16 തന്നെയാണ് കല്യാണം കഴിഞ്ഞ് 17 റിസപ്ഷൻ കഴിഞ്ഞിട്ട് വിരുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ തിരക്കായി, എൻ്റെ ജലദോഷം പിടിച്ചു, സൗണ്ട് പോയി, ആകെപ്പാടെ ഒരു ജഗബൊക്കെയായിരുന്നു. അതാണ് ഇത്രയും ലേറ്റ് ആയത് വീഡിയോ ഇടാൻ. അപ്പോൾ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയതിന് ക്ഷമ ചോദിച്ചിട്ട് ഞാനത് എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളിലേക്ക് പോവാട്ടോ. പെണ്ണിൻ്റെ വീട് ഇത്ര ലോങ് ആയതുകൊണ്ട് അവർക്ക് അവിടെ കല്യാണം ആർഭാടമില്ലാത്തത് കൊണ്ടും നമ്മൾ കുടുംബക്കാരനെല്ലാവരും വിളിച്ചിട്ടാട്ടോ എൻഗേജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് എൻഗേജ്മെൻ്റ് ആണ് പ്രധാനം. അങ്ങനെ ഒരു ബസ്സും ഒരു ട്രാവലറും നിറച്ച ആൾക്കാരുമായിട്ട് ഞങ്ങൾ കാസർഗോഡേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറി ഏകദേശം അവിടെ എത്തണ വരെ ഞങ്ങളെല്ലാവരും ഈ ഒരു മൂഡിലായിരുന്നു കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി വൈബ്. പുലർച്ചെ ഒരു 3 മണിക്ക് തുടങ്ങിയൊരു ഡാൻസാണിത്. ഇത് അവസാനിക്കുന്നത് രാവിലെ ഒരു 6 മണി ആയിട്ടുണ്ടാവും. അതുവരെ പാട്ടും കൂത്തും ഡാൻസായിരുന്നു. ഒന്നാമത് ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാൻ ഫുള്ള് പാട്ട് വെച്ചിട്ട് എന്ന് ഞങ്ങൾ ആർമാദിച്ചത്. അതിൻ്റെ ഇടയിൽ ബാത്റൂം സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പമ്പിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന്മാരും കൂടിയിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഞങ്ങളുടെ ബസ്സിൽ ഉറക്കെ പാട്ടും വെച്ചിട്ട് അവിടെ അങ്ങ് നിന്ന് ഡാൻസ് കളിച്ചു കേട്ടോ. ഈ ഡാൻസ് കളിക്കൊരു ശമനമില്ലാത്തത് കൊണ്ട് പാട്ട് നിർത്താൻ പറഞ്ഞു. പിന്നെ ബാത്റൂമിലൊക്കെ പോയി ഞങ്ങൾ നേരെ ബസ് കയറിയപ്പോൾ അടുത്ത സെക്ഷൻ അമ്മമാരെല്ലാവരും കൂടി കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് പിന്നെ എല്ലാവരും ക്ഷീണിച്ച് ഇരുന്നു കേട്ടോ. സീറ്റുള്ളവരൊക്കെ ഉറങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ പാട്ടിൻ്റെ കൂടെ പാട്ടൊക്കെ പാടി അങ്ങനെ ഇതാക്കിയതാ. നേരം വെളുത്തു ഗൈസ്. നേരം വെളുത്ത് അവിടെ ഇവിടെ ഇരിക്കാനും നിൽക്കാനും എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ആൾ കൂടുതലുകൊണ്ട് നമുക്കൊന്നും സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 9:30 മണിയായപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി കേട്ടോ. ഓഡിറ്റോറിയത്തിലെത്തി ഞാൻ വേഗം ഡ്രസ്സ് മാറ്റാനാണ് പോയത്. വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഡ്രസ്സ് മാറ്റാനേ ഉണ്ടായിരുന്നുള്ളൂ. വേഗം ഓടിപ്പോയി ഡ്രസ്സ് മാറ്റി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും കൂടുതൽ എടുത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഫുള്ള് ഞാൻ കാണിച്ചു തരാം. അതിന് ഫുൾ വ്യൂ ഇതിലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി അവരെ വീട്ടുകാർ വന്നു. ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓഡിറ്റോറിയം ഞങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ പോയിട്ടാണ് മാറ്റിയത്. അങ്ങനെ അവരൊക്കെ വന്ന് ചെക്കനെ വെൽക്കം ചെയ്ത് ഓഡിറ്റോറിയത്തിലേക്ക് അളിയൻ കൈ പിടിച്ച് കയറ്റി. ഞങ്ങളും കൂടെ പോന്നു. ഇതിൻ്റെ ഇടയിൽ അച്ഛനും ഏട്ടന്മാരെ കൂട്ട് ഏതോ ഒരു പുഴയിൽ, ഇവിടെ അടുത്തുള്ളൊരു പുഴയിൽ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർ നേരം വഴുകി കുറച്ച് നേരം അവരെ കാത്തുനിന്നു. ഏകദേശം ആ സമയത്തോടടുത്ത് തന്നെ ഞങ്ങളിത് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടോ. പിന്നെ പെണ്ണിൻ്റെ എൻട്രിയാണ് വരുന്നത്. അളിയനും കൂടിയിട്ട് ഇവിടെ ഇരിക്കണ്ടേ. അപ്പോൾ പെണ്ണിൻ്റെ എൻട്രി നോക്കി അടിപൊളി ആയിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കളിച്ചിട്ട് അവർ പെണ്ണിനെ വെൽക്കം ചെയ്തത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. കുറേ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെ ഞങ്ങൾക്ക് മുന്നേ അറിയാം. ഇവർ ഡാൻസ് കളിക്കുന്നവരാണ്, പരിപാടിക്ക് പോണവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഞങ്ങൾ പെണ്ണിനൊരു എൻട്രി കൊടുത്തില്ല, ചെക്കന് എൻട്രി കൊടുത്തില്ല, ഞങ്ങൾ മോശമല്ലേ വെച്ചിട്ട് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാർ ചെക്കനൊരു അടിപൊളി എൻട്രിയും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതും നന്നായി എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പം ഉണ്ടാക്കിയ തീരുമാനത്തിൽ അപ്പം ഒരു എൻട്രി കൊടുത്തതാട്ടോ. അങ്ങനെ ഞങ്ങളിതാ ചെക്കനെ സ്റ്റേജിന്മേൽ കൊടുന്നു. അളിയൻ കൈ പിടിച്ചിട്ട് പെണ്ണിൻ്റെ അടുത്താക്കി അവർ രണ്ടുപേരും അവിടെ ഇരുന്നു കേട്ടോ. ഇനി ഇവരെ ചടങ്ങാണ്. ഇവരെ ചടങ്ങെന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരും അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് അവർ ഓരോരുത്തരെ പരിചയപ്പെടുത്തും. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ ഓടിച്ചോർത്തിരിക്കുന്നത്. കുട്ടിയച്ഛനാണ് ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോൾ കുട്ടിയച്ഛൻ ഇവിടെ ഉണ്ടേന്നാണ് അവിടെ നിന്ന് വിളിച്ച് പറയണത് കേട്ടോ. അങ്ങനെ ഒക്കെ പരിചയപ്പെടൽ കഴിഞ്ഞിട്ട് റിംഗ് എക്സ്ചേഞ്ച് ആണ് ഇനി അടുത്തത്. അപ്പോൾ നമുക്ക് റിംഗ് എക്സ്ചേഞ്ച് കണ്ടാലോ. പെങ്ങളായ ഞാൻ നടുവിൽ തന്നെ ഉണ്ട്. അപ്പോൾ റിംഗ് എക്സ്ചേഞ്ച് ആട്ടോ. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊടുത്ത മിഠായി പെണ്ണിന് കൊടുത്തു. ഞാനും വിഷ്ണുണ്ണനും കൂടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് കൊടുത്തു. അത് ഞാനും അജിതമാമിയും കൂടിയിട്ട്. നമ്മുടെ ഇവിടുത്തെ പോലത്തെ ചടങ്ങ് അവിടെ ഇല്ല കേട്ടോ. ഗോൾഡിൻ്റെ ഒരു ഏർപ്പാടും അവിടെ ഇല്ല. അവരാകെ വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞത് ഒരു കോടിമുണ്ടും അടക്കി മെറ്റിലി മാത്രം കേട്ടോ. അവരുടെ രീതിക്ക് ചടങ്ങായതുകൊണ്ട് ഞങ്ങൾ അതും പിന്നെ മിഠായി ഒരു കുട്ടി ഡ്രസ്സ് മാത്രമേ അന്ന് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പെണ്ണിനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുക കേട്ടോ.
അതൊരു പേപ്പറിൽ എഴുതിയിട്ടാണ് പറയണത്. ഇതാണ് ഇവരെ അച്ചാരം കെട്ടൽ. നമ്മൾ വാക്കുകൊണ്ടല്ലേ അച്ചാരം കെട്ടുക. ഇവിടെ അതായത് പേപ്പറിൽ എഴുതിയിട്ട് ഒരു മുദ്ര പേപ്പർ പോലെ, ഇത് സാധാ ന്യൂസ് പേപ്പറിൽ കല്യാണത്തിൻ്റെ ഡേറ്റ്, അച്ഛൻ്റെ പേര്, അമ്മൻ്റെ പേര്, ഇന്ന പഞ്ചായത്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് 2 സാക്ഷികളുടെ ഒപ്പും വെച്ചിട്ട് 2 അച്ഛന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഇവർ അച്ചാരം കെട്ടൽ കഴിഞ്ഞു. ഇവിടെ കല്യാണത്തിൻ്റെ ഒരു രജിസ്ട്രേഷൻ പോലെയാണ് ഇപ്പോൾ അവിടെ നടന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അവരെ മെയിൻ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ഇതവിടെ ഫോട്ടോ സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. വേറൊരു ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ നല്ലപോലെ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, തിരക്കായിപ്പോയി. അങ്ങനെ അതാ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടന്മാരെല്ലാവരും കയറി വന്ന് അവർ ഫോട്ടോ എടുത്തു. കഴിഞ്ഞ് താഴത്തുനിന്ന് ഞാനും അമ്മയും മേമയും കൂട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഇവരെ ഡാൻസ് ആയിരുന്നു കേട്ടോ, ഇവരെ ടീമിൻ്റെ ഡാൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിക്കുന്നിടത്തേക്കൊന്ന് എത്തി നോക്കിയിട്ടുണ്ടായിരുന്നേ, ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. അടുത്ത മറ്റെന്താ പറയുക സെക്ഷൻ ഡാൻസ് കണ്ടു. അങ്ങനെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഇവരൊക്കെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ, ഒരു വർഷമായിട്ടുള്ള പരിചയമാണ്. അങ്ങനെ ഡാൻസ് പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ചെക്കനും പെണ്ണിനെ വിളിച്ചില്ല കേട്ടോ, വേറെ ഒന്നുമല്ല, അവരവിടെ ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ്. ഞങ്ങൾ എന്താ പറയുക, ഇന്നലെ പുലർച്ചെ 2 മണി 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണി വരെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. 12:30 ആ സമയത്ത് ആണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞാനും ഏട്ടനും എല്ലാവരും പോയി ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ചെക്കനും പെണ്ണൊക്കെ ഫുഡ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ സമയം 1:30-2 മണി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുക കേട്ടോ. ബസ്സിൽ എല്ലാവരും കയറിയിട്ടുണ്ട്, ഞാൻ കയറിയിട്ടില്ല. ഞാൻ പോകുമ്പോൾ ഏട്ടന്മാരെ കൂടെ ട്രാവലറിലാട്ടോ പോകണം. അത് വേറൊന്നുമല്ല, എൻ്റെ ഭർത്താവ് കണ്ണൂരിൽ ഇറങ്ങിയിട്ട് മെയിലിന് ചെന്നൈക്ക് തിരിച്ച് പോവുകയാണ് ഇന്ന് തന്നെ. അതുകൊണ്ട് അത്ര നേരം കൂടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാശി പിടിച്ച് ഇവരെ കൂടെ കയറിയിട്ടുണ്ട്. ഞാനതാ കണ്ണൂരെത്തി ഏട്ടനിവിടെ ഇറക്കിയിട്ടോ. ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, കല്യാണത്തിന് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഒരു ചെറിയ എൻഗേജ്മെൻറ്റ് വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.